സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധ ദൈവമാതാവ് നൽകിയ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. 28ാമത്തെ സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കേട്ടത്. മരവിച്ച മാനവകുലത്തിൻ്റെ മനസ്സാക്ഷിക്ക് ജീവനും ചൂടും പ്രത്യാശയും നൽകി ഭൂമിയെ നൂതനവും അത്ഭുതകരവുമായ പറുദീസയാക്കി പരിണമിപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മ പരിശ്രമിക്കുകയും നമ്മളെ ആ പരിശ്രമത്തിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു. ഇതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധ അമ്മ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് മക്കളെ ഒരുക്കുകയാണെന്നല്ലേ? തീർച്ചയായും അതെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധ ദൈവമാതാവേ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 29ാമത്തെ സന്ദേശമാണ്. ഞാൻ ഓരോ നമ്പറുകളും ഇങ്ങനെ പറയുന്നത് 51 പൊതു സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. 29ാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ നൽകുന്നത് 1998 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനം. അമ്മ പറഞ്ഞു: വാത്സല്യമുള്ള മക്കളെ, പറുദീസായുടെ മഹിമാ പ്രതാപത്തിലേക്ക് എടുക്കപ്പെട്ട നിങ്ങളുടെ അമ്മയിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ തിരിച്ചാലും യേശു സ്നേഹം പൂർണ്ണമായും നിങ്ങളിൽ നിക്ഷേപിക്കുന്നതിനായി അക്ഷീണം പരിശ്രമിക്കുന്ന ഈ അമ്മയുടെ സ്വരം നിങ്ങൾക്ക് അരോചകമാകാതിരിക്കട്ടെ. അമ്മ മക്കളോട് പറയുക, അമ്മയുടെ സ്വരം മക്കൾക്ക് അരോചകമാകാതിരിക്കട്ടെ എന്ന്. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും പരിശുദ്ധ ദൈവമാതാവിലൂടെ ഈശോ സംസാരിക്കുന്നത് പലർക്കും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ലായിരിക്കാം. ദൈവവചനമുണ്ടല്ലോ, ബൈബിളുണ്ടല്ലോ, പിന്നീട് എന്തിനാ മാതാവ് സംസാരിക്കുന്നത്, അത് ശരിയല്ലെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ഞാൻ ഈ സന്ദേശങ്ങളുടെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിലേ പറഞ്ഞു, അമ്മയ്ക്ക് സ്വയമേ ഒന്നും പറയാനില്ല. അമ്മ യേശു പറഞ്ഞത് നമ്മെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ അപ്പൻ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളത് മറന്നു പോകാതിരിക്കാൻ നമ്മുടെ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കാറില്ലേ? അതുപോലെ തന്നെ അമ്മ ഓർമ്മിപ്പിക്കുക. ആ ഓർമ്മപ്പെടുത്തൽ മനുഷ്യരായി നമുക്ക് അരോചകവോ അസ്വസ്ഥതയോ ഉണ്ടാകാതിരിക്കാനായിട്ട് അമ്മ ആശംസിക്കുകയാണ് നമ്മളോട്. അമ്മ പറയുന്നു: നിങ്ങളുടെ ദൃഷ്ടികൾ എന്നിലേക്ക് തിരിച്ചാലും യേശു സ്നേഹം പൂർണ്ണമായി, അപൂർണതയില്ലാതെ, ഒരു കുറവുമില്ലാതെ നിങ്ങളിൽ നിക്ഷേപിക്കാനാണ് അമ്മ ക്ഷീണം വകവയ്ക്കാതെ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത്, പരിശുദ്ധ അമ്മ പറയുന്നത്. അമ്മ ക്ഷീണിതയാണോ? നമ്മളുടെ പാപങ്ങൾ കൊണ്ടായിരിക്കാം അമ്മ ക്ഷീണിച്ചു പോകുന്നത്. അമ്മയ്ക്ക് വിശ്രമമുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് വിശ്രമമില്ല. രാത്രിയോ പകലോ അമ്മ അറിയുന്നില്ല. ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ, അവർക്ക് പനിയോ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ അമ്മമാർക്ക് ഉറക്കമില്ല. അവരെ എടുത്തുകൊണ്ട് നടക്കാനും അവരുടെ വാശി തീർക്കാനും എപ്പോഴും അവരുടെ അടുത്ത് ഇരുന്ന് അവരെ പരിചരിക്കാനും അമ്മമാർ സന്നദ്ധരാണ്. അതുപോലെയാണ് നമ്മുടെ അമ്മ. ഈശോയുടെ സ്നേഹം നമ്മളിൽ എവിടെയെങ്കിലും കുറയുന്നു എന്ന് അമ്മ മനസ്സിലാക്കിയാൽ അമ്മ വിശ്രമമില്ലാതെ ആ കുഞ്ഞിൻ്റെ അരികിലുണ്ടാകും. അങ്ങനെയുള്ള അമ്മ മാതാവിനെയാണ് നമുക്ക് ഇന്ന് ഈശോ തന്നിരിക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ ഈശോ തന്ന ആ അമ്മ ആ ദൗത്യം ഏറ്റെടുത്ത ആ നിമിഷം മുതൽ അമ്മയ്ക്ക് വിശ്രമമില്ല.
ഇടയ്ക്കൊക്കെ അമ്മ കരയാറുണ്ട്, വിശ്രമമില്ലാത്ത അമ്മയെ ഓർക്കാത്ത മക്കളെ ഓർത്ത്. അതായത് ഈശോയുടെ സ്നേഹം ഒരു കുഞ്ഞിൽ നിറയുന്നില്ല, ആ കുഞ്ഞ് ഈശോയുടെ സ്നേഹത്തിലല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അമ്മ കരയാറുണ്ട്, അമ്മ ശ്രമിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ കൂടെ തന്നെയുണ്ട്. അമ്മ പറയുന്നു, മക്കളെ, ഈ ലോകമാകുന്ന മരുഭൂമിയിൽ സഹനത്തിൻ്റെ വലിയ ഭാണ്ഡവുമായി മുറിവേറ്റും ക്ലേശങ്ങൾ സഹിച്ചും അടിച്ചമർത്തപ്പെട്ടും തീർത്ഥാടനം നടത്തുന്ന സഭയും ഈ സഭാശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായ നിങ്ങൾ ഓരോരുത്തരും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ഇടവിടാതെ ജപമാല പ്രാർത്ഥന ഉരുവിടുകയും ദിവ്യകാരുണ്യ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യുക. കഴിഞ്ഞ സന്ദേശങ്ങളിലൊക്കെ അമ്മ ഇത് പറഞ്ഞു. വീണ്ടും വീണ്ടും അമ്മ പറയുമ്പോൾ അതിൽ വലിയ പ്രസക്തിയുണ്ട്, അതിൽ വലിയ കാര്യങ്ങളുണ്ട്, അതിൽ വലിയ രഹസ്യങ്ങളുണ്ട്. ആ കൂദാശാനുഷ്ഠിത ജീവിതം, ദിവ്യകാരുണ്യ അധിഷ്ഠിത ജീവിതം എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മുടക്കരുത്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന കരുണയുടെ അനുഭവങ്ങളായി മാറണം നമ്മുടെ ജീവിതമെന്ന് അമ്മ എടുത്തു പറയുന്നു. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിച്ചിരിക്കാനല്ല അമ്മ പറയുന്നേ. നമ്മളുടെ അധരത്തിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ദൈവം കേൾക്കുന്നുണ്ട്. നീ തിന്മ പറഞ്ഞാൽ നീ തിന്മ കൊയ്തെടുക്കുകയാ. നീ നന്മ പറഞ്ഞാൽ നിനക്ക് നന്മ കൊയ്തെടുക്കാം. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കൊയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് സഹനത്തിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയായി മാറുക എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടവിടാതെ ജപമാല പ്രാർത്ഥന ഉരുവിടുക. ഇന്നലെ നമ്മൾ കേട്ടു ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് ജപമാല എങ്ങനെയാണെന്ന്. അങ്ങനെ ജപമാല പ്രാർത്ഥന ഉരുവിടുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ അധരത്തിൽ നിന്ന്, അവരുടെ ഏറ്റുപറച്ചിലിൽ നിന്ന്, അവരുടെ ചിന്തയിൽ നിന്ന്, അവരുടെ വിചാരങ്ങളിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ മറിയം മാറിപ്പോകില്ല. നന്മ നിറഞ്ഞ മറിയം മാറിപ്പോകില്ല എന്നതിൻ്റെ അർത്ഥം നന്മ നിറഞ്ഞവനായ യേശുവുമായി അമ്മ കൂടെയുണ്ടെന്ന. അമ്മ കൂടെയുണ്ടെങ്കിൽ, ഈശോയുടെ അടുത്ത് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ജപമാല പ്രാർത്ഥനയുടെ വലിയൊരു ഫലം. പ്രാർത്ഥിക്കുക. എന്തെന്നാൽ ഇത് സഹനത്തിൻ്റെ സമയമാണ്. സഹനമില്ലാത്ത ആരുമില്ല ഈ ലോകത്ത്. ഏതെങ്കിലും ഒരു തരത്തിൽ ചെറുതോ വലുതോ ആയ സഹനങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാ നമ്മളൊക്കെ. എല്ലാ മക്കളുടെ ജീവിതത്തിലും സഹനമുണ്ട്. ഇത് സഹനത്തിൻ്റെ സമയമാണെന്ന് വീണ്ടും പരിശുദ്ധ അമ്മ എടുത്തു പറയുമ്പോൾ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ പ്രതിസന്ധികളുടെ, രോഗ അരിഷ്ടതകളുടെ, ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ, വിശ്വാസ ത്യാഗത്തിൻ്റെ സമയമാണിത്. സാത്താൻ അവൻ്റെ വിദ്വേഷത്തിൻ്റെയും മൃത്യുവിൻ്റെയും രാജ്യം ലോകത്ത് സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്ന സമയമാണിത്. അതിനാൽ തന്നെ ലോകം ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നു. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാടിൽ, ആ വെളിപാട് മുഴുവൻ, വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ സാത്താൻ വെല്ലുവിളിച്ചിരിക്കുന്നതും, സാത്താൻ മണൽത്തിട്ടയിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നതും, സ്ഥാനം പിടിച്ചിരിക്കുന്നതും, പരിശുദ്ധ ദൈവമാതാവ് സർപ്പത്തിൻ്റെ തല തകർക്കുന്നവളാണെന്നും ആ തല തകർക്കുന്നവളെ അനുസരിക്കുന്നവരും യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുമായി ശേഷിക്കുന്നവരെ എങ്ങനെയെങ്കിലും അടിമപ്പെടുത്താനായിട്ട് അവൻ മണൽത്തിട്ടയിൽ വേരുറപ്പിച്ചിരിക്കുന്നു, അവൻ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ?
എന്നിട്ട് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവൻ എന്താ ചെയ്യുന്നേ? വിദ്വേഷത്തിൻ്റെ, മൃത്യുവിൻ്റെ, മരണത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെ ദുരാത്മാക്കളെ അഴിച്ചുവിട്ടുകൊണ്ട് ബലഹീനരായ മക്കളിലൂടെ അവൻ വിജയം പ്രാപിക്കുന്നു എന്ന് അവൻ സ്വയം അവകാശപ്പെടുന്നു എന്ന് പരിശുദ്ധ ദൈവമാതാവ് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ അവൻ്റെ ഇരകളായിട്ടുണ്ടോ? വിദ്വേഷം നമ്മുടെ മനസ്സിലുണ്ടോ? ആരോടെങ്കിലും, എന്തിനോടെങ്കിലും? ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ആ സ്ഥിതിയോടായിരിക്കാം, ആ അവസ്ഥയോടായിരിക്കാം വിദ്വേഷം. ദൈവത്തോടായിരിക്കാം ചിലർക്കൊക്കെ വിദ്വേഷം, ലോകത്തോടായിരിക്കാം ചിലർക്ക് വിദ്വേഷം, ചിലർക്ക് മനുഷ്യരോടായിരിക്കാം വിദ്വേഷം. ഏത് മേഖലയാണെങ്കിലും അറിയുക, വിദ്വേഷം, ദ്വേഷ്യം, ദേഷ്യം യേശുവിൽ നിന്ന് വരുന്നതല്ല, യേശുവിൻ്റെ സ്വഭാവമല്ല, പരിശുദ്ധ അമ്മയുടെ സ്വഭാവമല്ല, സ്വർഗത്തിൻ്റെ സ്വഭാവമല്ല. അത് നമ്മളിൽ ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ? അവരെന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ മനസ്സറിയാത്ത കാര്യമല്ലേ എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യം വരാറുണ്ടോ? വേണ്ട, അത് ഈശോ തരുന്നതല്ല, തിന്മ നിക്ഷേപിച്ചു തരുന്നതാ. ഈശോ തരുന്നത് സ്നേഹമാണ്, കരുണയാണ്. ദേഷ്യപ്പെടുന്നവരുണ്ടാകാം, ദേഷ്യപ്പെടാൻ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നോർത്തുള്ള നിരാശയുടെ വിദ്വേഷമുണ്ടാകാം. എന്നാൽ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. എല്ലാം അറിയുന്നവനാണ് അവിടുന്ന്. അമ്മ പറയുന്നു, മൃത്യുവിൻ്റെ രാജ്യം ലോകത്ത് സ്ഥാപിച്ചിരിക്കുക അവൻ. ലോകത്തെ സ്ഥാപിച്ചിരിക്കുന്ന, ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മൃത്യുവിൻ്റെ രാജ്യം, അതായത് മരണത്തിൻ്റെ രാജ്യം, അതാണ് പിശാചിൻ്റെ രാജ്യം, അതാണ് നരകം. അപ്പോൾ പലരും ചോദിക്കും, നരകം ഈ ഭൂമിയിലല്ലേ എന്ന്. അല്ല, നരകയാതന ഭൂമിയിൽ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഒരു ഇച്ചിരി കഷ്ടം വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ, നെടുവീർപ്പുകളോടെ പല ദിവസങ്ങൾ കഴിക്കേണ്ടി വരുമ്പോൾ, എന്തൊരു ജീവിതമായത്, ഇതൊരു നരകം തന്നെയല്ലേ എന്ന് ഏതെങ്കിലും ദൈവ പൈതലിൻ്റെ അധരത്തിൽ നിന്നൊന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുന്നവനാണ് പിശാച്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ ഉണ്ടെന്ന ഓർമ്മ നമ്മൾ മറന്നുപോകുന്നു. ആ ഓർമ്മയെ നാം തിരസ്കരിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് ആത്മാവിൻ്റെ മരണമാണ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആത്മാവ് മരിച്ചുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി മാരക പാപത്തിൽ അടിമപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് മരിക്കുന്നു. എന്നാൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ മരണം കാത്തിരിക്കുന്ന പിശാചിന് അത് വലിയ സന്തോഷമാണ്. അവൻ്റെ ലോകത്തിന് വിസ്തൃതി കൂടി. അങ്ങനെ മനുഷ്യനെ കൊല്ലുന്നതും മൃത്യുവാണ്, മരണമാണ്. ആത്മാവിനെ കൊല്ലുന്നതും മരണമാണ്. ഇത് രണ്ടുമാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടുമാണ് ഈശോ ആഗ്രഹിക്കാത്തത്, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കാത്തത്. അപ്പോൾ സാത്താൻ സ്ഥാപിച്ചിരിക്കുന്ന ലോകത്തിലെ വ്യക്തിയാണോ ഞാൻ? ഈശോയുടെ ചങ്കിലെ ചൂടേറ്റ് ജീവിക്കുന്ന ഈശോയുടെ പൈതലാണോ ഞാൻ എന്ന് ചിന്തിക്കേണ്ട സഹനത്തിൻ്റെ സമയമാണിത്. തിരിച്ചറിവിൻ്റെ സമയത്തിലേക്ക് സഹനങ്ങൾ നമ്മെ നയിക്കുമ്പോൾ തിരിച്ചറിവോടെ യേശുവിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ, ക്രിസ്തുവിനെ അറിഞ്ഞവൻ്റെ കടമ. അങ്ങനെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അമ്മ വീണ്ടും പറയുന്നു, മാനുഷിക ബുദ്ധിയാൽ ഉടലെടുക്കപ്പെട്ട സകല മാധ്യമങ്ങളും അശുദ്ധ പ്രചാരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. അതെന്തിനാ? മനുഷ്യൻ്റെ ബുദ്ധി എപ്പോഴും നേട്ടമുണ്ടാക്കാനാ, സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ. ഒരു നന്മയുടെ ശുശ്രൂഷയായിട്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ പരിശുദ്ധ അമ്മ ഇത് പറയില്ലായിരുന്നു. എല്ലാ മാധ്യമങ്ങളെക്കുറിച്ചും അല്ല അമ്മ പറയുന്നേ. അമ്മ എടുത്തു പറയുന്നു, മാനുഷിക ബുദ്ധിയാൽ ഉടലെടുക്കപ്പെട്ട സകല മാധ്യമങ്ങളും അശുദ്ധ പ്രചാരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹമാണ്.
അത് ഉപയോഗിക്കുന്നവർ തെല്ലും കുറവല്ല. യൂട്യൂബിലൂടെ എന്തെല്ലാം അശുദ്ധിയെ എല്ലാവരും കാണുന്നേ, എന്നാൽ അതേ യൂട്യൂബിലൂടെ നന്മ വരുന്നില്ലേ? വചന സന്ദേശങ്ങൾ ലഭിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ ഈ 40 ദിവസത്തെ ഷെക്കേന TV-യുടെ യൂട്യൂബ് ചാനലിലൂടെ എന്തുമാത്രം ദൈവമക്കൾ ആ നന്മ സ്വീകരിക്കുന്നേ. മാനുഷിക ബുദ്ധിയിലല്ലാത്തത് കൊണ്ടാണ് ഈ ശുശ്രൂഷ, മാനുഷിക ബുദ്ധിയിലല്ലാത്തത് കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് മനുഷ്യമക്കൾക്ക് അത് സ്വീകരിക്കുവാനുള്ള ഒരു ദാഹമുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ദൈവം തന്ന ബുദ്ധിയും കഴിവും സമയവും അതിൻ്റെ പരിമിതികളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവം നീട്ടിവെച്ചിരിക്കുന്ന നന്മയുടെ വഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ മനുഷ്യരിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മൃത്യുവിൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകാൻ ഒരു കാരണമാകുമായിരുന്നു. ഇന്ന് ലോക്ക്ഡൗൺ ആണ് എല്ലായിടത്തും. ദേവാലയങ്ങളൊന്നും പലതും തുറക്കുന്നില്ല. തുറന്നാലും വിരലിൽ എണ്ണാവുന്ന മക്കൾക്ക് മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുള്ളൂ. ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനങ്ങൾ നടക്കുന്നില്ല. ഈ സമയത്തൊക്കെ മാധ്യമങ്ങളിലൂടെ ദൈവിക പ്രചോദനങ്ങളും ഉൾക്കാഴ്ചകളും നമ്മളെ ഉണർത്തുന്ന ശുശ്രൂഷകളും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ മൃത്യുവിൻ്റെ രാജ്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് മൃത്യുവിനെ അവസാനിപ്പിക്കാൻ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സാധിക്കും, മാധ്യമങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അനേക മാധ്യമ സ്രോതസ്സുകൾ ലോകത്തുണ്ട്. അതെല്ലാം ഉപയോഗിക്കണമേ എന്നുകൂടെയാണ് അമ്മ ഈ പറഞ്ഞതിൻ്റെ ഒരർത്ഥം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. വീണ്ടും അമ്മ പറയുന്നു, പ്രാർത്ഥനകൾ ഉയരട്ടെ. ത്യാഗപ്രവൃത്തികൾ വഴിയും കരുണയ്ക്കായുള്ള യാചനകൾ വഴിയായും പരീക്ഷണത്തിൻ്റെ കാലഘട്ടവും ശുദ്ധീകരണത്തിൻ്റെ രൂക്ഷതയും കുറച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വേദനയോടെ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. ത്യാഗപ്രവൃത്തികൾ വഴിയും. എന്താ ത്യാഗപ്രവൃത്തികൾ? ത്യജിക്കേണ്ട പ്രവൃത്തികൾ, കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, കൊച്ചു സഹനങ്ങൾ, ചെറിയ വേദനകൾ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കരുണയ്ക്കായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുക. കരുണയ്ക്കായുള്ള യാചനകൾ വഴിയായും പരീക്ഷണത്തിൻ്റെ കാലഘട്ടവും ശുദ്ധീകരണത്തിൻ്റെ രൂക്ഷത. എന്തൊരു രൂക്ഷതയല്ലേ ശുദ്ധീകരണത്തിന്! ഇത് എന്തൊരു അവസ്ഥയാണെന്ന് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. അതൊന്ന് കുറച്ചിരുന്നുവെങ്കിൽ എന്ന് അമ്മ വേദനയോടെ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് എന്താ വേദന? ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് അമ്മയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. എന്നാൽ അമ്മ പറയാ, ഇതൊന്ന് കുറച്ചിരുന്നെങ്കിൽ. കാരണം അമ്മയ്ക്കറിയാം മക്കൾക്ക് ഇതൊന്നും താങ്ങാനുള്ള കഴിവില്ലെന്ന്. അതുകൊണ്ടാ പരിശുദ്ധ അമ്മ പറയുന്നേ, ഇതൊന്ന് കുറച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് അമ്മ പറഞ്ഞ ആ വഴികളെ നമുക്ക് സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം, നമുക്ക് ത്യാഗങ്ങൾ ചെയ്യാം, സഹനങ്ങൾ ഏറ്റെടുക്കാം. പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ ടെലിവിഷൻ ചാനലിലൂടെ ലോകത്തെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മേ മാതാവേ, പരീക്ഷണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്പന്ദനവും പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വർഷിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിൻ്റെ തല തകർത്തുകൊണ്ടിരിക്കുന്ന തകർത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം എന്നും വിജയിക്കട്ടെ. ആ വിജയം സ്വർഗത്തിൻ്റെ സന്തോഷമാണ്, കർത്താവിൻ്റെ മഹത്വമാണ്. ഈ ചിന്തയിലേക്ക് നമുക്ക് വളരാം, നമുക്ക് ത്യാഗത്തോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ജീവിതം സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ടും കരുണയ്ക്കായിട്ടും പ്രാർത്ഥിക്കാം. ആമേൻ. ആവേ മരിയ.